നമസ്കാരം, ഇത് ഫിൽമി ബീറ്റ് മലയാളം. മലയാളം ഉൾപ്പെടെ ദക്ഷിണേന്ത്യൻ സിനിമാ ലോകത്ത് ഒരു കാലത്ത് തിളങ്ങി നിന്ന താരമായിരുന്നു നിഷാൻ നൂർ. മികച്ച അഭിനയം കൊണ്ട് ശ്രദ്ധ നേടിയ അവർ തമിഴിലും തെലുങ്കിലും സ്ഥിരം സാന്നിധ്യമായി. 80കളിൽ സിനിമാ രംഗത്തെ താരമൂല്യമുള്ള പേരായിരുന്നു നിഷയുടേത്. കമൽഹാസൻ, രജനീകാന്ത്, മമ്മൂട്ടി തുടങ്ങിയ സൂപ്പർ താരങ്ങളോടൊപ്പം അഭിനയിച്ച നിഷയുടെ ജീവിതത്തിൽ പെട്ടെന്നായിരുന്നു ദുരന്തങ്ങൾ കടന്നുവന്നത്. പ്രായം കൂടിയതോടെ നിഷ സിനിമാ ലോകത്ത് നിന്ന് പതിയെ അപ്രത്യക്ഷയായി തുടങ്ങി. പിന്നീട് നിഷ വേശ്യാവൃത്തിയിൽ ഏർപ്പെട്ടതായാണ് ചലച്ചിത്ര ലോകത്തു നിന്നും ലഭിക്കുന്ന വിവരം. ഒരു നിർമ്മാതാവിന്റെ നിർദ്ദേശപ്രകാരമായിരുന്നു നിഷയ്ക്ക് ശരീരം വിൽക്കേണ്ടി വന്നത്. സിനിമകളില്ലാതായി നിഷ ലൈംഗിക വൃത്തിക്ക് ഇറങ്ങിയ കാര്യം ഇൻഡസ്ട്രിയിൽ പെട്ടെന്ന് തന്നെ പാട്ടായി. അവരോടൊപ്പം ജോലി ചെയ്യാൻ പല നടീനടന്മാരും മടിച്ചു. അതേ തുടർന്ന് നിഷ അഭിനയിക്കാനിരുന്ന പടങ്ങളിൽ നിന്നെല്ലാം അവരെ ഒഴിവാക്കി. സിനിമകൾ ഇല്ലാതായതോടെ നിഷയുടെ ജീവിതം വഴിമുട്ടി. ജീവിക്കാൻ മറ്റു മാർഗങ്ങൾ ഇല്ലാതായി. സിനിമാ താരത്തിന് ഒപ്പം കിടക്ക പങ്കിടാമെന്ന് പറഞ്ഞ് ആളുകളെ ഏജന്റുമാർ നിഷയുടെ അടുത്തെത്തിച്ചു. ഇതിനിടയിലാണ് നിഷയ്ക്ക് എയ്ഡ്സ് ആണെന്ന വിവരം പുറം ലോകം അറിയുന്നത്. അപ്പോഴേക്കും നിഷയുടെ രൂപം തന്നെ മാറിയിരുന്നു. സിനിമയിൽ ഗ്ലാമർ താരമായി മിന്നിത്തിളങ്ങിയിരുന്ന നിഷയുടെ രൂപമായിരുന്നില്ല ആശുപത്രിയിലുണ്ടായിരുന്നത്. പുഴുവരിച്ച് എല്ലും തോലുമായി കിടക്കുകയായിരുന്നു. ഒരു നേരത്തെ ഭക്ഷണത്തിന് പോലും വകയുണ്ടായിരുന്നില്ല. എയ്ഡ്സ് കാരണം ആരോഗ്യം പൂർണ്ണമായും നഷ്ടപ്പെട്ടിരുന്നു. സിനിമാക്കാർ തിരിഞ്ഞു നോക്കിയതേയില്ല. 2005 ഇവരെ നാഗൂർ ദർഗയ്ക്ക് സമീപം തെരുവിൽ നിന്നായിരുന്നു കണ്ടെത്തിയത്. പുഴുക്കളും ഉറുമ്പുകളും മരിച്ചിറങ്ങുന്ന നിലയിലാണ് ഇവരെ കണ്ടെത്തിയത്. രോഗം കൂടിയതിനെ തുടർന്ന് 2007 നിഷാൻ നൂർ മരണപ്പെട്ടു. ഈ വാർത്തയോട് പ്രേക്ഷകർക്കും പ്രതികരിക്കാവുന്നതാണ് കമന്റിലൂടെ. കൂടുതൽ വാർത്തകൾക്കായി ഫിൽമി ബീറ്റ് മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക.